ആരുടെയെങ്കിലും ഒരു നാക്കിൽ വരുന്ന ഒരു അബദ്ധവശാൽ വന്നു പോകുന്ന ഒരു വാക്കിൻ്റെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അവതരണത്തിൻ്റെ പിഴവ് കൊണ്ടോ പലർക്കും സംശയങ്ങളുണ്ട്. ഈ ഇലക്ഷൻ വരുമ്പോൾ ചിലരൊക്കെ വിളിച്ചിട്ട് ഞാനാണ് ഒഫീഷ്യൽ കാൻഡിഡേറ്റ് കേട്ടോ ചേച്ചി. ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സംഘടനാ ഇലക്ഷൻ ഈ ഒഫീഷ്യലും അൺഒഫീഷ്യലും എന്താ, എനിക്ക് ആ വ്യത്യാസം ഇന്നുവരെ മനസ്സിലായിട്ടില്ല. ഒരു പിക്നിക് സ്പോട്ട് പോലെ അമ്മ ഓഫീസിനെയും അമ്മയുടെ പ്രവർത്തനങ്ങളെയും കാണാത്തവരതിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇതെനിക്കൊരു സ്ഥാനമാണിത് എന്തുമാത്രം കണ്ടാൽ പോരാ. അതിപ്പോൾ ആണുങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ അതിനെ എടുക്കുന്നുണ്ടായിരിക്കാം. ഒരല്പസ്വല്പം രാഷ്ട്രീയം കുറച്ചുകൂടി പോകുന്ന സംഘടനയെന്നൊരു ചെറിയ സങ്കടം പലരും പറയുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ സംഘടനയല്ല അമ്മ. അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരെ ഉദ്ദേശമുള്ളൊരു സംഘടന. അതുകൊണ്ട് തന്നെയാണല്ലോ അമ്മയുടെ താരദിശ എന്ന് പറയുമ്പോൾ കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും എൻ്റെ സുഖേട്ടൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹവും ഒന്നിച്ചുള്ള എൻ്റെ ജീവിതത്തിനെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, മൊത്തത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ കറങ്ങി നിൽക്കുകയായിരുന്നു പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ. അതിന് കുറച്ച് ദിവസത്തേക്കൊന്ന് അത് മാറ്റി വയ്ക്കാം. കാരണം എന്തായാലും എപ്പോഴും ഈ സമീപകാല സംഭവങ്ങളെക്കുറിച്ചും, അതായത് ഈ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്നോട് എപ്പോഴും ഒരുപാട് പേര് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ മനസ്സിലുള്ളത് സത്യസന്ധമായിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ നമ്മളെ ഒരു ഭാഗത്തൂടെ ഇവർക്ക് വേറെ പണിയില്ലാതെ ചോദിക്കുന്നവരുണ്ട്. അതുണ്ടാവും. വേറെ പണിയുണ്ട് കേട്ടോ, എനിക്ക് പണിയൊക്കെ ഉണ്ട്. അത്യാവശ്യം സീരിയലും സിനിമയൊക്കെ അഭിനയിച്ച് കാശൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ചില മാധ്യമങ്ങളുമായിട്ടും ചില മാധ്യമത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലെ ഒരു പഴയ ആളിനെ എഴുതി തള്ളാവുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു 3-4 മാധ്യമ കുടുംബങ്ങളുമായിട്ട് എനിക്കൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു കുടുംബകാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറി ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് കുറച്ച് നാൾ മുന്നോട്ട് പോകാം. ഇപ്പോൾ ഞാൻ വാസ്തവത്തിൽ കൊച്ചിയിലാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എനിക്ക് വാസ്തവത്തിൽ അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ഇത് ഞങ്ങളുടെ സംഘടനയുടെ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ ഭാരവാഹികൾ വന്നു, അയ്യോ ഇടവേള ബാബു പോയി. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇടവേള ബാബു വന്നതും പോയതുമെല്ലാം ഒരു സംഘടനയുടെ അതിനകത്തുള്ള കാര്യങ്ങളാണ്. വരുമ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല, പോകുമ്പോഴും അദ്ദേഹം നേരിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ പറയുകയാണ്, പടിയിറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജുകൾ അയച്ചു എന്നല്ലാതെ മറ്റു കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. കാരണം അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ സങ്കടങ്ങൾ 1-2 ഉണ്ട്. പക്ഷെ അതിൽ വരാൻ പാടില്ലാത്തതാണ്. കാരണം അവിടെ ഈ ഭരണതലപ്പത്തിരിക്കുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സാംസ്കാരികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സാമൂഹികമാകട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചു തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ സംശയം എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരോടും ഇതുവരെ പറയില്ല, ഈവൻ ഞാൻ എൻ്റെ സംഘടനയെ പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ഈ ഇലക്ഷൻ വരുമ്പോൾ ചിലരൊക്കെ വിളിച്ചിട്ട് ഞാനാണ് ഒഫീഷ്യൽ കാൻഡിഡേറ്റ് കേട്ടോ ചേച്ചി, എന്നെ നിർത്തുന്നതിന് ഒരു അൺഒഫീഷ്യൽ. അപ്പം ഞാനിങ്ങനെ പറയുവാണോ ശരി എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്തും. പക്ഷേ ഫോൺ വെച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സംഘടനാ ഇലക്ഷൻ ഈ ഒഫീഷ്യലും അൺഒഫീഷ്യലും എന്താ, എനിക്ക് ആ വ്യത്യാസം ഇന്നുവരെ മനസ്സിലായിട്ടില്ല. അപ്പം ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ബഹളങ്ങളും അവിടെയുള്ള രീതികളും ഒക്കെ കൂടെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക, വോട്ട് ചെയ്യുക, എല്ലാവരോടും നമസ്തേ പറഞ്ഞ് പോരുക എന്നല്ലാതെ അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നോട് ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചു, പലരും ഈ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയൂ, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നും എനിക്കറിയില്ല. ഇനി ഇറങ്ങിപ്പോകുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു നോമിനേഷൻ ലിസ്റ്റ് പോലെ ആരുടെയെങ്കിലും ഇതിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടോ അതും എനിക്കറിയില്ല. പക്ഷേ അങ്ങനൊരു സംഭവം പാടില്ല, സ്ഥാനാർത്ഥികൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മളവിടെ ചെല്ലുന്നു മിടുക്കന്മാരായിട്ട്, ഈ വെറുതെ ഈ കളിചിരി തമാശ ഒരു പിക്നിക് സ്പോട്ട് പോലെ അമ്മ ഓഫീസിനെയും അമ്മയുടെ പ്രവർത്തനങ്ങളെയും കാണാത്തവരതിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. എത്രയോ പേർക്ക് പെൻഷൻ കൊടുക്കുന്നു, ചികിത്സാ സഹായം കൊടുക്കുന്നു, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ എത്രയോ പേർക്ക് ചെയ്യുന്നൊരു സംഘടനകൾ നിലവിലുണ്ടോയെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ അങ്ങനൊരു സംഘടനയിൽ ചെന്നിരുന്നിട്ട് ഇതെനിക്കൊരു സ്ഥാനമാണിത് എന്തുമാത്രം കണ്ടാൽ പോരാ. അതിപ്പോൾ ആണുങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ അതിനെ എടുക്കുന്നുണ്ടായിരിക്കാം, പെണ്ണുങ്ങളായാലും ശരി ആണുങ്ങളായാലും ശരി. ഈ സംഘടനയ്ക്ക് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഒരു 70-75% വരെ ഒരു വീട് വാങ്ങിക്കലും എടുക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് ഇതൊക്കെ നടന്നു എന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊരു കെട്ടിടം പണി, ഇതൊക്കെ പണ്ട് ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ പോകുന്ന ഒരു സംഘടനയിൽ ആരുടെയെങ്കിലും ഒരു നാക്കിൽ വരുന്ന ഒരു അബദ്ധവശാൽ വന്നു പോകുന്ന ഒരു വാക്കിൻ്റെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അവതരണത്തിൻ്റെ പിഴവ് കൊണ്ടോ പലർക്കും സംശയങ്ങളുണ്ട്. അത് ഇതറിയാൻ വയ്യാത്തവരുടെ പുറത്തായിരിക്കും ചിലപ്പോൾ പലരും സംശയിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും. ഇതെന്താണ് അങ്ങനെ ഒരു പാനലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഒഫീഷ്യൽ പാനലാണ് ഞങ്ങൾ, അവർ ഒഫീഷ്യലല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കും അറിയില്ല. അങ്ങനെ ഒരു ഒഫീഷ്യൽ പാനലെന്നും പറഞ്ഞാൽ ആരും മത്സരിക്കാനായിട്ട് പാടില്ല താനും. അങ്ങനെയില്ല. ഒരു ഇലക്ഷൻ വരുമ്പോൾ 500 പേരുള്ള ഒരു സംഘടനയിൽ നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ ഒരു ജനാധിപത്യ രീതി എന്നൊക്കെ പറഞ്ഞതാണല്ലോ, നമുക്കിഷ്ടമുണ്ട് അദ്ദേഹം വന്നാൽ നന്നായിരിക്കും, അത് സംഘടനയ്ക്ക് അതൊരു ഉപകാരമായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്നവർക്ക് നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കളിതമാശായിട്ട് കാണുകയാണ്, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഇവരൊക്കെ അവിടെ കയറി കിടന്ന് ചുമ്മാ വെറുതെ എന്ന് തോന്നിയാൽ നമുക്ക് വോട്ട് ചെയ്യാതെ ഇരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിൽ സംഘടനയിൽ ആരും പറയാറുമില്ല, ചോദിക്കാറുമില്ല, ഒരു നിർദ്ദേശവും തരാറുമില്ല. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ സംശയം ഈ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് അൺഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഇത് രണ്ട് ഒരു വിഭാഗം തിരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപാട് പേര് എന്നോട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്. ദൈവത്തെ വിചാരിച്ച് അവർ മനസ്സിലാക്കേണ്ടത്. ഞാനൊന്നാമത്തെ കാര്യം അറിയാം, അങ്ങനെ ഒരു ഞാൻ അഭിനയിക്കുന്നത് കൊണ്ടും ആദ്യത്തെ എൻ്റെയൊക്കെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് 200-നകത്തൊക്കെ വരുന്നത് ആദ്യത്തെ കാലത്ത് സുഗോട്ടനുള്ളപ്പോൾ ഞാനും സുഗോട്ടനും കൂടെ ചേർന്നതാണ് ലൈഫ് മെമ്പർഷിപ്പൊക്കെ എടുത്ത് ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ തുടങ്ങിയ സമയത്ത്. പിന്നൊന്ന് ഒരല്പസ്വല്പം രാഷ്ട്രീയം കുറച്ചുകൂടി പോകുന്ന സംഘടനയിൽ ഒരു ചെറിയ സങ്കടം പലരും പറയുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. അതുണ്ടോ എന്നുള്ളതും കുറച്ചുകൂടെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് അതിനകത്ത് കുറച്ച് സജീവമായിട്ട് പെരുമാറുന്നവർക്കായിരിക്കും. ഞാനത്ര എൻ്റെ പ്രായം കണക്കിലെടുത്ത് അവിടെ പോകുന്നു, വോട്ട് ചെയ്തു, എല്ലാവരെയും കാണുന്നു, വരുന്നു. എങ്കിലും പുറത്തു നിന്ന് പറയുന്ന ചില കാരണങ്ങളും കഥകളും കേൾക്കുമ്പം ഉണ്ടോ എന്ന് നമുക്കും തോന്നാം. ഇതൊക്കെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് സംഘടനയെ തന്നെ ചോദിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ ഞാനത് പറയാൻ കാര്യം ഒരുപാട് പേര് അടുക്കലേക്ക് നേരിട്ട് ചോദിക്കുന്നത് കൊണ്ടും വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംഘടനയല്ല അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരെ ഉദ്ദേശമുള്ളൊരു സംഘടന. അതുകൊണ്ട് തന്നെയാണല്ലോ അമ്മയുടെ താരദിശ എന്ന് പറയുമ്പോൾ കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നത്. അതൊന്ന്. എനിക്ക് വ്യക്തിപരമായിട്ടൊരു സങ്കടം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ തോന്നിയത് അവിടെ സുരേഷ് ഗോപി ഗണേശൻ ഇവർക്കൊക്കെ സ്വീകരണം കൊടുക്കുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അവിടെ പോകുന്നതിന് തലേ ദിവസത്തിൻ്റെ ഞാൻ അയ്യോ അതെപ്പോഴാണ്, അതിങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വരും അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു. ഇത് ഒരു കത്തിലും എനിക്ക് വന്നിട്ടില്ല. അത് മിസ്സായതാണോ എന്നറിയില്ല കേട്ടോ. എനിക്ക് വന്നിരിക്കുന്ന കത്തുകളിൽ ഇങ്ങനെ 2 പേർക്ക് സ്വീകരണം ഉണ്ടെന്നും ഒക്കെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാലത്തെ ഒരു 10-10:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഈ കാലിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഒരു കസേരയിൽ ഇരിക്കാനും ഒക്കത്തില്ല. അതിന് എന്നെക്കാട്ടിൽ ആരോഗ്യമുള്ള എന്നെക്കാട്ടിൽ വയസ്സായവരുണ്ട് അവിടെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും എനിക്ക് അത്യാവശ്യം ചില ഫിസിയോതെറാപ്പി കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട് ഇപ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്താൽ ശരി എന്തായാലും ശരി ഊണ് കഴിക്കുമോ ഇല്ലെങ്കിൽ ശരി ഞാൻ 3 മണിയാകുമ്പോൾ വീട്ടിലെത്തും, ഡോക്ടർ വന്നാട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഞാനവിടെ വരുന്നത്. ഇതവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഇങ്ങനെ പലയിടത്തും പലതും സംഭവിച്ചിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാതെയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അഭിപ്രായം പറയുന്നവർ ഒരുപാടുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ ആത്മാർത്ഥത അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അതെപ്പോഴാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 3 മണിക്കോ 2:30ക്കോ കണ്ട് ഊണ് കഴിഞ്ഞാൽ ഉടനെ അവർ വരും, ചിലപ്പോൾ ഊണ് സമയത്ത് തന്നെ വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയപ്പോൾ ആണ് അറിയുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇവരൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അതിലെനിക്കിരിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഒരു സങ്കടമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ എന്തൊക്കെയാണെങ്കിലും ശരി, സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എനിക്ക് എത്രയോ വർഷങ്ങൾ, സുരേഷിനെക്കാട്ടിലും എനിക്ക് വേണ്ടപ്പെട്ട കുട്ടി രാധികയാണ്. രാധികയുടെ അച്ഛനും എൻ്റെ സഹോദരനും ഒന്നിച്ച് പഠിച്ചവരും. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നു. രാധിക കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ പോയിട്ടുമൊക്കെ ഉണ്ട്. സുരേഷിൻ്റെ വിവാഹത്തിന് ഞാൻ കൊല്ലത്ത് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ ഇത്രയും വലിയൊരു പദവിയൊക്കെ കിട്ടി വരുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷേ ഇത് ആകെ മൊത്തം ഇത് അറിയാത്തത് കൊണ്ട് പരിപാടികൾ കുറച്ച് അത് എനിക്ക് മാത്രമല്ല കേട്ടോ, പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് സത്യം. ഏതായാലും
ഈ അമ്മ ഇലക്ഷനിൽ രാഷ്ട്രീയം വേണ്ട എന്ന് ഞാൻ വളരെ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ രാഷ്ട്രീയമാണ് പലയിടത്തും പലരെയും ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്നതല്ലേ, ബന്ധുക്കളെ പോലെ നടന്ന് നീങ്ങുന്നവരെ ശത്രുക്കളാക്കുന്നത് ഒരു പരിധി വരെ കലാകാരന്മാരുടെ ഇടയിൽ ഈ രാഷ്ട്രീയം കൊണ്ടുവരുമ്പോഴാണ്. ആയിക്കോട്ടെ, നമുക്കൊക്കെ എനിക്ക് രാഷ്ട്രീയമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല, അത് ശരിയാണ്. പക്ഷേ അതെവിടെയാണോ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കം നമ്മൾ നടത്തേണ്ടത്, എവിടെയാണോ അങ്ങനെ പെരുമാറേണ്ടത് അവിടെ പെരുമാറുക. അതിപ്പോൾ നമുക്ക് വേറെ അനുവാദമൊന്നും വേണ്ടല്ലോ. പക്ഷേ കലാകാരന്മാർ കൂടുന്നിടത്ത് രാഷ്ട്രീയമില്ലാതെ ആ സ്നേഹവും സൗഹൃദവും നമ്മുടെ ജന്മസിദ്ധമായ വാസനകൾ പരിപോഷിപ്പിച്ചെടുത്ത ഒരു ഫീൽഡാണ് സിനിമ. അത് ഞങ്ങളുടെ ചോറാണത്. അവിടെ നമ്മൾ ഈ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോ നിങ്ങളോ അങ്ങനെ പറഞ്ഞോ നിങ്ങൾ, അതൊക്കെ അങ്ങോട്ട് വിടുക. അതൊക്കെ വളരെ കുട്ടിത്തമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പറയാം. ഞാനും സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് ചിലർക്ക് തോന്നിയ വികാരങ്ങൾ അവർ പറഞ്ഞു, ആ പോട്ടെ വിട്ടേരെ, ഇത് നമുക്ക് അത്രയേ ഉള്ളൂ. അതൊക്കെ ഇതിങ്ങനെ വർഷങ്ങളോളം കൊണ്ടു നടക്കുന്നവരൊക്കെ കാണുമായിരിക്കും. ഞാൻ ആ കൂട്ടത്തിലല്ല. ഏതായാലും രാഷ്ട്രീയം വേണ്ട എന്ന് വളരെ വിനയപുരസരം ഞാൻ എല്ലാ കലാകാരന്മാരോടും, കാരണം ഞങ്ങളൊക്കെ പെട്ടിയൊക്കെ ഇടയ്ക്ക് പോകാറായി അങ്ങ്, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാടൊന്നും പറയാനില്ല, വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ. ഇനിയത്തെ തലമുറയെങ്കിലും അത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഇലക്ഷൻ ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രയോഗിക്കുക. അവിടെ ആര് എത്തി നോക്കിയിട്ട് നിങ്ങൾ എന്താ രാഷ്ട്രീയം എന്ന് നോക്കാൻ വരില്ല അല്ലേ. പക്ഷേ നമ്മുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന വേദികളിലോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മയുടെ താരനിശ, അമ്മ നടത്തുന്ന താരനിശ എന്ന് പറയുമ്പോൾ എല്ലാവരും പങ്കെടുക്കും. അതെന്താ കാര്യം? അതിൽ നിന്നൊരു ഫണ്ട് ഉണ്ടാവണം, ആ ഫണ്ട് നമുക്ക് പെൻഷൻ കൊടുക്കാൻ വേണം, ചികിത്സയ്ക്ക് സഹായിക്കാൻ വേണം, അങ്ങനെ പല നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വന്ന് കഷ്ടപ്പെടുകയാണ്. ഞാൻ കണ്ടതാ ഈ അടുത്ത കാലത്ത് അവാർഡിന് പോകാൻ വേണ്ടിയിട്ട്. അയ്യോ, മോഹൻലാലൊക്കെ എത്രയോ ദിവസങ്ങൾ ഡാൻസെന്നും നാടകമെന്നും പാട്ടെന്നും ഒക്കെ പറഞ്ഞ് മെനക്കെട്ട് വന്ന കാലത്തോട്ട്, അത് ഈവൻ മമ്മൂട്ടി, അതെ, ഡാൻസ് കളിക്കാത്ത മമ്മൂട്ടി പോലും ഡാൻസ് കളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ആ സംഘടനയോടുള്ള നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ വരുന്നെങ്കിൽ അത്രയും അവരെയൊക്കെ സഹായിക്കാമല്ലോ എന്നുള്ള ഒരു നല്ല മനസ്ഥിതി കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സംഘടനയിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്താ, അവരുടെ രാഷ്ട്രീയം എന്താ, ആര് എന്നെ അനുകൂലിച്ച് പറയുന്നു, ആര് നിങ്ങളെ പ്രതികൂലിച്ച് പറയുന്നു, അവിടെ യാതൊരു പ്രസക്തിയുമില്ല. സന്തോഷമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പെരുമാറാൻ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ ഇതെന്നും മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഘടനയായിരിക്കും അമ്മ. ഇതിൻ്റെ ഇടയ്ക്ക് ചില സൂചിപ്പിക്കലുകാർ വേണ്ടാത്ത കുത്തിത്തിരികളൊക്കെ കൊണ്ടുവരും, അതെല്ലാ സംഘടനയിലും ഉണ്ട്. അതിലൊക്കെ വീഴാതിരിക്കുക. വിവരവും വിജ്ഞാനവും ലോകപരിചയവും ഉള്ളവർ, അതിനൊക്കെ വേറെ ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ. ഈ യൂട്യൂബും അതും ഇതുമൊക്കെ ചീത്ത വിളിക്കേണ്ടവരെ വിളിക്കാം. സത്യമാണോ കള്ളമാണോ എന്നൊന്നും നോക്കണ്ട, ചുമ്മാ പറഞ്ഞ. ഇപ്പോൾ തന്നെ ആരണ്ട് പറഞ്ഞിട്ടു ഏതാ ചാനലിലൊക്കെ പൃഥ്വിരാജ് വന്നില്ല എന്ന് പറഞ്ഞ്. പൃഥ്വിരാജ് വരാത്ത എന്തുകൊണ്ടാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. 45 ദിവസം ഓരോ സ്ഥലത്തെ പ്രത്യേക അനുവാദം വാങ്ങിച്ച് ഗുജറാത്തിൽ പോയിട്ട് 1 മാസമായി. അപ്പോൾ അത് പടം സംവിധാനം ചെയ്തും കൂടെ രാജുവാണ്, എമ്പുരാൻ. വേണമെങ്കിൽ അതിൻ്റെ നിർമ്മാതാവും അതിലെ പ്രധാന നടനായ മോഹൻലാലും ഒക്കെ 3 ദിവസം ഷൂട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വരാൻ പറ്റും. പക്ഷെ അല്ല, ഒരുപാട് പേര് അടച്ചത് കിടക്കുകയാണ് ഈ ഗുജറാത്തിൽ. ഇടയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു, ഇപ്പോൾ കുറച്ച് ചൂട് കുറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇട്ടിട്ട് ഇയാൾ 2 ദിവസത്തേക്ക് വരികയാണെങ്കിൽ ഈ 2 ദിവസം അവിടെ കിടക്കുന്നവരുടെ ഗതി എന്തുവാ? അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു യൂട്യൂബ് ഉണ്ടാക്കി ട്രോളി അതൊക്കെയാണ് നടന്നുകൊണ്ടെന്നേ. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന എത്ര പേര് കാണുന്നു എന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ വരുമാനം, അറിയാമല്ലോ. അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് യൂട്യൂബ് ഉണ്ടാക്കി വ്യക്തികളുണ്ടാക്കുന്ന യൂട്യൂബുകൾ ഇവിടെ കണ്ടമാനമുണ്ട്. അതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, നമ്മളെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്നവരില്ലേ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാര്യം. അങ്ങനെയുള്ള എന്തെങ്കിലും റിമാർക്കുകളും അഭിപ്രായ പ്രകടനങ്ങളും ആരോപണങ്ങളും ഒക്കെ കേൾക്കുമ്പം അമ്മ തളരരുത്. അമ്മ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ഒരുപാട് അർത്ഥമുണ്ടല്ലേ. ഒരു കുടുംബത്തിനെ ഒന്നിച്ച് സ്ട്രോങ് ആയിട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ശക്തിയാണ് അമ്മ. ആ അമ്മ തളർന്നാൽ പിന്നെ ആ കുടുംബമേ തളരും. അതുണ്ടാവാതിരിക്കട്ടെ. തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാണ്. ഒരുപാട് പേര്, ഞാൻ ടി ആർ രമൺ ചേച്ചിയെ കണ്ട് എനിക്കൊരു സന്തോഷം തോന്നി. ശ്രീലത ചേച്ചി, ഞങ്ങളൊക്കെ എത്ര വർഷം 10-40 വർഷമായിട്ട് പണ്ട് ഒന്നിച്ച് അഭിനയിച്ച്
അതുപോലൊന്നും ഇപ്പോൾ അഭിനയിക്കാനായിട്ട് ഉള്ള അങ്ങനത്തെ കഥകളും അല്ല. കാരണം ഞാനും ശ്രീലത ചേച്ചിയൊക്കെ സ്റ്റണ്ടൊക്കെ ചെയ്ത് അഭിനയിക്കുമ്പോൾ വലിയ ഡ്യൂപ്പൊന്നുമില്ല. പക്ഷെ അവിടെ ഞങ്ങൾക്ക് വലിയ ദേഹത്തിന് തട്ടുകൂടാത്ത സംഭവങ്ങളൊക്കെ അന്ന് ത്യാഗരാജ മാഷ് തരത്തുള്ളൂ. ഉരുണ്ട് വരലും ചാടി വരലും കൈത്തൽ പിടിക്കലും. അല്ലാതെ ഇപ്പോഴത്തെ പോലെ വലിയ സ്റ്റണ്ടൊന്നും പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തുമില്ല, ചെയ്തിട്ടുമില്ല. ഞാൻ പറയാൻ കാര്യം അങ്ങനെ ഒന്നിച്ചൊരേ കാലഘട്ടത്തിൽ 40-40 വർഷം മുമ്പ് മൈസൂറിലെ ബാംഗ്ലൂരിലേക്ക് ബണ്ടിപ്പൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെ കാട്ടിപ്പോയി കിടന്നിട്ട് ഞങ്ങളൊക്കെ അഭിനയിച്ച പടത്തിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ 30-ാം തീയതി ഇതെല്ലാം കൊണ്ട് 4 മണിക്ക് തീരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 4 മണിയാകുമ്പോൾ ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ പോയതുമൊക്കെ. അന്ന് ശ്രീലത ചേച്ചി ഉണ്ടായിരുന്നു, അജു വർഗീസ് ഉണ്ടായിരുന്നു, നമ്മുടെ നിർമ്മാതാവ് ലിസ്റ്റിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഇവർക്ക് 2 പേർക്ക് സ്വീകരണം കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു പക്ഷേ അതൊരു പരിപാടിയായിട്ട് പെട്ടെന്ന് അവരെ കിട്ടും എന്ന് കണ്ടപ്പോൾ തീരുമാനിച്ചായിരിക്കാം. കാരണം തിരക്കുള്ള ആൾക്കാരല്ലേ, നോക്കട്ടെ ഞാൻ എറണാകുളത്ത് 1 മണിക്കൂർ വരാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചോ പിന്നീട് അങ്ങോട്ട് എഴുതി അറിയിക്കാൻ പറ്റാത്തതും ആകാം. ഞാനൊരു കുറ്റമായിട്ട് പറയുകയല്ല. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളോടൊപ്പം തന്നെ അവിടെ രാഷ്ട്രീയം കലർത്തി സംസാരിക്കലും ഒരു ഗ്രൂപ്പ് തിരിക്കലും അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേരും. പല പല ഗ്രൂപ്പ് തിരിഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്, ഓരോ പാർട്ടിയിലും ഇപ്പോൾ പല ഗ്രൂപ്പാണ്, ഇന്നാരുടെ ഗ്രൂപ്പ് ഇന്നാരുടെ ഗ്രൂപ്പ് ഇന്നാരുടെ ഗ്രൂപ്പ്. ഒരുപാട് ഗ്രൂപ്പുകളായപ്പോൾ മനുഷ്യനിങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് പറഞ്ഞു തുടങ്ങി മതിയായത്. അത് വരാതിരിക്കുക. ഏത് പാർട്ടിയും ഓരോരുത്തരും ഗ്രൂപ്പ്, എൻ്റെ ആൾക്കാർ പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ പാർട്ടിയെ ഇല്ലാതാക്കുന്ന പോലെ തന്നെ ജനങ്ങളും നിങ്ങളെ അങ്ങ് നിരാകരിക്കും. ആഹാ അത് ശരി, ഇപ്പം അങ്ങനെയാണല്ലേ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗ്രൂപ്പിസം ഉണ്ടാക്കേണ്ടിടത്ത് ഉണ്ടാക്കുക, ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ കലാകാരന്മാർക്ക് ഒരു കാലത്തും ചേരാത്തൊരു സംഭവമാണ് ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള തരംതിരിക്കലും ഒക്കെ. അതുകൊണ്ട് എനിക്കൊരു വിനീതമായ അപേക്ഷയുണ്ട്. തുടർന്നുള്ള ഞങ്ങൾക്കൊക്കെ വയസ്സായി, ഞാനൊരു പഴയ കാലത്തെ ഒരു നടി അല്ലെങ്കിൽ 50-55 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അന്നിപ്പോൾ ഇവിടെ ഈ ഭരിക്കുന്നവരാരും ജനിച്ചിട്ട് പോലും ഇല്ല. ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നസീർ സാറ്. അദ്ദേഹം മാൽക്ക എന്നൊക്കെ പറഞ്ഞൊരു സംഘടന, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നതുമൊക്കെ. എന്തൊരു സമാധാനപ്രിയനായിരുന്നു അദ്ദേഹത്തിനെ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞാലും ചിരിച്ചു തള്ളും. വോട്ടാസേ ക്യാമറയുടെ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നൊരു മനുഷ്യനായിരുന്നു. അതാണ് വേണ്ടത് എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്ന് നിന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് ആരെ, ഇഷ്ടപ്പെടാത്തവരെ ആരെ, ഇഷ്ടപ്പെടാത്തവരെക്കുറിച്ച് 4 കുറ്റം കൂടുതൽ പറയുക, ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് 2. ഇതൊക്കെ ഇപ്പോൾ വന്ന പരിഷ്കാരങ്ങളാണ്. അത് ഞാൻ പറഞ്ഞത് അത് മാറ്റിയിട്ട് ഇത് നമ്മുടെ തറവാടാണ്. കുറച്ച് കാലം ജോലി ചെയ്ത് കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ട് കൂടുതൽ സമ്പാദിച്ചവരും കാണും. കുറച്ച് നാളുകളായിട്ട് വന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞതിൻ്റെ ഉണ്ട് കുറച്ച് സമ്പാദ്യമുള്ളവരും കാണും. സമ്പാദ്യമല്ല അമ്മയുടെ ക്രൈറ്റീരിയ. എല്ലാവരുടെയും കഴിവൊന്നാണ്. ക്യാമറ ഓടി തുടങ്ങുമ്പോൾ നമ്മൾ സംവിധായകൻ പറയുന്ന പോലെ അഭിനയിക്കണം. ഡയലോഗ് എഴുതി തന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആളിൻ്റെ ആ രചനാ വൈഭവത്തിനനുസരിച്ചുള്ള ഡയലോഗുകൾ അദ്ദേഹം എഴുതും, അത് നമ്മൾ പറയണം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞ് പല ഇൻ്റർവ്യൂവിലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു പടം വന്നു, നല്ല പടമാണ്, പോയി കണ്ടു. ഞാനും പോയി കാണും തിയേറ്ററിൽ. എൻ്റെ മക്കളുടെ പടം മാത്രമൊന്നുമല്ല, അല്ലാത്ത പടങ്ങളും ഞാൻ കാണും. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് സത്യം ഞാൻ ഒരു ഗഗനചാരി, ഞാനതിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ശബ്ദമാണ് ആ ഏലിയൻ്റെ ശബ്ദമായിട്ട് കേൾക്കുന്നത്. ഞാനത് വാസ്തവം പറഞ്ഞാൽ അത് ഇത്രയ്ക്ക് എനിക്കിങ്ങനെ മെസ്സേജ് വരുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഒരുപാട് പേര് ചേച്ചിയല്ലേ അത് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് സംവിധായകൻ തന്നെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടും സന്തോഷം പങ്കുവെച്ചുകൊണ്ടും FBയിലൊരു പോസ്റ്റ് കണ്ടു. അല്ല, അതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുരുത്വം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ മറ്റേ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആരെയുണ്ടായിരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല സിനിമ. അവിടെ നമുക്ക് പലതും നമ്മളെപ്പറ്റി പറഞ്ഞു തന്നിരിക്കും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് കലാകാരൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സഹതാപവും സ്നേഹവും കാരുണ്യവും വാത്സല്യവും മുതിർന്നവരോടുള്ള ബഹുമാനം ഇതൊക്കെ ഒത്തുകൊണ്ടുപോകുമ്പോഴാണ് അവരുടെ ജീവിതം സുരക്ഷിതമാകുന്നത്. അതുകൊണ്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു, നമുക്ക് കലാകാരന്മാർക്ക് രാഷ്ട്രീയം വേണ്ട, അതവിടെ നിൽക്കട്ടെ. വേണ്ടുന്ന കാലത്ത് കല വിടുക, എന്നിട്ടിറങ്ങുക. അതേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു.